നമസ്കാരം. ഓം നമ ശിവായ. ജ്യോതിഷപ്രകാരം നക്ഷത്രഫലം എന്നത് വളരെ പ്രധാനമാണ്. ഓരോരോ നക്ഷത്രക്കാർക്കും പൊതുഫലമുണ്ട്. ഇതല്ലാതെ ജനിച്ച സമയവും മാസവുമെല്ലാം അടിസ്ഥാനപ്പെടുത്തിയും ഫലങ്ങൾ ഉണ്ടാകാം. ചിങ്ങമാസം എന്നതിലൂടെ ചില പ്രത്യേക നക്ഷത്രക്കാർ പുരുഷന്മാരെങ്കിൽ നല്ല ഫലങ്ങൾ പറയുന്നു. ഈ നക്ഷത്രക്കാർ ആൺമക്കളായോ പുരുഷന്മാരായോ വീട്ടിലുണ്ടെങ്കിൽ കുടുംബത്തിന് തന്നെ ഉയർച്ചയുണ്ടാകുന്നു എന്നാണ് പറയുന്നത്. ഏതെല്ലാം നാളെ ഇതിൽ പെടുന്നത് എന്നറിയാം. എന്തൊക്കെ ഉയർച്ചയാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എന്നും നമുക്ക് പരിശോധിക്കാം. ചിത്തിര. ആദ്യ നക്ഷത്രം ചിത്തിരയാണ്. ഈ നാളുകാരായ ആൺമക്കൾ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിലും കുടുംബത്തിലുമൊക്കെ നല്ല മാറ്റങ്ങൾ ചിങ്ങമാസം മുതൽ വരുന്നതായിട്ട് നമുക്ക് കാണാം. ഇവർ ഇത്രകാലം പരിശ്രമിച്ചിട്ടും പരിശ്രമത്തിനൊരു ഫലം കാണാതെ ഇരിക്കുകയാണെങ്കിൽ അതിനൊക്കെ ഒരു നല്ല ഫലം ഇവരുടെ ജീവിതത്തിലുണ്ടാകും. ജീവിതം മൊത്തത്തിൽ മാറി മറിയുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയാണ് ചിങ്ങമാസം മുതൽ. ഇവരുടെ ജീവിതത്തിൽ വഴിത്തിരിവുകൾ ഉണ്ടാകും. ഇപ്പോൾ ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ ആത്മാർത്ഥതയോടെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക വിജയം ഇവരെ തേടിയെത്തും. അപ്രതീക്ഷിതമായി ജോലിയിൽ ഉയർച്ച ലഭിക്കാനും ഒപ്പം തന്നെ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ വലിയ പുരോഗതി ഉണ്ടാകാനും ഈ നക്ഷത്രക്കാർക്ക് കഴിയും. മാത്രവുമല്ല, ഇവരെ പിന്തള്ളിയ ആളുകളെല്ലാം ഇവരുടെ കഴിവിനെ പ്രശംസിക്കുകയും ഇവരെ ചേർത്ത് നിർത്തുകയും ചെയ്യുന്ന ഒരു സമയമാണ് ഇനി വരാൻ പോകുന്നത്. ഇവർക്ക് കുടുംബത്തിൽ നല്ല സ്ഥാനം ലഭിക്കും. കുടുംബ സ്നേഹമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ കുടുംബത്തെ കഷ്ടതകളിൽ നിന്ന് കരകയറ്റാൻ ഈ നക്ഷത്രക്കാർക്ക് കഴിയുന്നതായി കാണുന്നു. അടുത്തത് രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രം ഈ നാളുകാരായ ആൺമക്കളിലൂടെ കുടുംബത്തിലും ജീവിതത്തിലുമൊക്കെ ഉയർച്ചയുണ്ടാകുന്നതായാണ് കാണുന്നത്. വിദ്യാഭ്യാസം, തൊഴിൽ, സാമ്പത്തികം എന്നിവയിലൊക്കെ ഇവർക്ക് ഉയർച്ച ഫലമായിട്ട് പറയുകയാണ്. ഇവരുടെ അച്ഛനമ്മമാരുടെ ജീവിതത്തിൽ വലിയ സന്തോഷങ്ങൾ വന്നു ചേരും. ഈ മക്കൾ കാരണം, ഈ ആൺമക്കൾ കാരണം ഇവരുടെ അച്ഛനമ്മമാരുടെ ജീവിതത്തിൽ വലിയ സന്തോഷവും ഐക്യവും ഒക്കെ വന്നു ചേരും. സൗഭാഗ്യങ്ങൾ, അവർ ഏറെ നാളായി ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടത്തിക്കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇവർ കൊണ്ടെത്തിക്കുന്നതായി കാണുന്നു. ഇവർക്ക് ധൈര്യമായി മുന്നോട്ട് പോകാവുന്നതാണ്. തൊടുന്നതെല്ലാം പൊന്നാകുന്ന ഒരു അവസ്ഥയാണ് ഇവരെ സംബന്ധിച്ച് ചിങ്ങമാസത്തോടുകൂടി ഉണ്ടാകുന്നത്. ഉയർച്ചയുടെ ദിവസങ്ങളാണ് ഇവരെ തേടി വരുന്നത്. ദാമ്പത്യ ബന്ധത്തിൽ സ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നവർക്ക് അതൊക്കെ മാറി ഒന്നിച്ചു പോകാൻ കഴിയുന്നു. വിവാഹം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വിവാഹം കഴിക്കാൻ നല്ല മനസ്സിനിണങ്ങിയ വധുവിനെ ലഭിക്കുന്നതായി കാണുന്നു. അങ്ങനെ വളരെ നല്ല ഒരു അവസ്ഥയിലൂടെ ഇവർ പോകാൻ പോവുകയാണ്. ജോലി സംബന്ധമായും ഒക്കെ ഉയർച്ചയുണ്ടാകും. സമ്പാദ്യത്തിലൊക്കെ വർധനവുണ്ടാകും. ഭൗതിക സുഖങ്ങളിൽ ഇവർക്ക് ആകൃഷ്ടരാകേണ്ടി വരും. ആ ഭൗതിക സുഖങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതായിട്ടുള്ള സാഹചര്യമാണ് കാണുന്നത്. അടുത്തത് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രമുള്ള പുരുഷൻ അല്ലെങ്കിൽ മകൻ അല്ലെങ്കിൽ ഒരു ആൺകുട്ടി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നക്ഷത്രപ്രഭ ആ വീട്ടിൽ ചിങ്ങമാസം മുതൽ ലഭിക്കുന്നതാണ്. ഇവരുടെ സഹോദരങ്ങൾക്കും സഹധർമ്മിണിക്കുമെല്ലാം ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇവരുടെ അച്ഛനമ്മമാർക്ക് രാജയോഗ തുല്യമായിട്ടുള്ള ഫലമാണ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. ഇവർ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മാനസിക പ്രയാസങ്ങളൊക്കെ മാറി ചിങ്ങമാസത്തോടു കൂടി ജീവിതത്തിൽ സുഖവും സന്തോഷവും നല്ല ഫലങ്ങളും ഇവർക്ക് ലഭിക്കുന്നതായി കാണുന്നു. ജീവിതത്തിൽ ഐശ്വര്യവും സമ്പത്തുമെല്ലാം വന്നു ചേരും. ഇവർ വീട്ടിലുണ്ടെങ്കിൽ വീട് രക്ഷപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. സമ്പാദ്യം ഉണ്ടാകും. മാത്രവുമല്ല, പുതിയ വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പുതിയ വീട് വെക്കാനോ അല്ലെങ്കിൽ വീട് മോടി പിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനോ, സ്ഥലം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന്, അതുപോലെ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനൊക്കെ കഴിയുകയാണ്. എന്തായാലും സമ്പാദ്യം വർദ്ധിക്കും. അതുവഴി നിങ്ങളുടെ ജീവിത നിലവാരം ഉയരുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. സഹോദരിമാരെ അല്ലെങ്കിൽ സഹധർമ്മിണിമാരെ, അച്ഛനമ്മമാരെ, അവരെയൊക്കെ സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർ കഠിനമായി പരിശ്രമിക്കുകയും അതിൽ ഇവർ വിജയിക്കുകയും ചെയ്യും.
അടുത്തത് പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രത്തിൽ ജനിച്ച ആൺമക്കൾ അവർ ജീവിതത്തിൽ കഠിനാധ്വാനം കൊണ്ട് രക്ഷപ്പെടാൻ പോകുന്ന നക്ഷത്രമാണ്. വീട്ടിൽ ഈ നക്ഷത്രക്കാരായ പുത്രൻ അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കുമൊക്കെ ഉയർച്ചയുണ്ടാകും. ഇങ്ങനെ ഒരു പുത്രൻ ഉണ്ടെങ്കിൽ അവരുടെ ഭാര്യയ്ക്ക് വളരെ നല്ലതാണ്. അതുപോലെ അച്ഛനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കുമൊക്കെ നല്ലതാണ്. സാമ്പത്തിക ഉന്നതിയാണ് ഇവരെ സംബന്ധിച്ച് പ്രധാനമായിട്ടും പറയാനുള്ളത്. പുണ്യപ്രവൃത്തിയെല്ലാം ഇവർക്ക് ചെയ്യാൻ കഴിയും. സാമൂഹിക കാര്യങ്ങളിൽ ഇടപെടാനോ സമൂഹത്തിൽ ഒരു നല്ല നിലയിൽ എത്താനുള്ള പല കാര്യങ്ങളും ഇവർ ചെയ്യും. മറ്റുള്ള നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഒക്കെ പ്രശംസ പിടിച്ചു പറ്റും. സുഹൃത്തുക്കൾക്കിടയിൽ ഒരു ഹീറോ പരിവേഷം ഇവർക്ക് ലഭിക്കുന്നതായി കാണുന്നു. ഒപ്പം തന്നെ ഏത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും ഇവർക്ക് വശ്യമായിട്ടത് വരും. അതായത് ഇവർക്ക് അനുകൂലമായിട്ട് ആ കാര്യം സംഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇത് ഈശ്വരൻ സഹായിച്ച് ഇവർക്ക് മംഗളകരമായി വരുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു. സങ്കടങ്ങൾ തീർന്ന് ഇവർക്ക് സന്തോഷം ലഭിക്കുന്ന ഒരവസ്ഥയാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായും സന്തോഷത്തിൻ്റെ ദിനങ്ങളുണ്ടാകും, സമ്പാദ്യമുണ്ടാകും, സർവ്വ ഐശ്വര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. അടുത്തത് പൂരോരുട്ടതി നക്ഷത്രമാണ്. ഇവരുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായ എല്ലാ കഷ്ടനഷ്ടങ്ങളും തീരാൻ പോവുകയാണ്. സ്ഥായിയായ പുഞ്ചിരി ഇവരുടെ മുഖത്ത് ലഭിക്കാൻ തക്ക അവസരങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയാണ്. ജീവിതത്തിൽ സ്വപ്നം കണ്ടത് നേടാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ധനപരമായ പ്രശ്നങ്ങളിൽ നിന്നും ഇവർക്ക് മോചനം ലഭിക്കും. കുടുംബജീവിതത്തിൽ നല്ലത് വരും. ഇവരുടെ അച്ഛനമ്മമാർക്ക് ഉയർച്ചയും സൗഖ്യവും ഉണ്ടാകും. കുടുംബത്തിൽ ഇവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ സാമ്പത്തികമായ പ്രശ്നങ്ങൾ മൂലമോ എന്തെങ്കിലും മറ്റു പ്രശ്നങ്ങൾ മൂലമോ തടസ്സങ്ങൾ മൂലമോ ഒക്കെ ഇവർക്കൊന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയാണുള്ളത്. പക്ഷേ അതൊക്കെ മാറിക്കിട്ടും. ഇവർക്ക് ചിങ്ങമാസം മുതൽ പുതിയ ജീവിത നിലവാരം തന്നെ മാറുന്ന, ജീവിതം തന്നെ വലിയ രീതിയിൽ മാറ്റുന്ന ഒരവസ്ഥയിലേക്ക് ഇവർ പോവുകയാണ്. ഇവരുടെ മക്കളോ അല്ലെങ്കിൽ ആൺമക്കൾ അവരെ തീർച്ചയായിട്ടും വലിയ രീതിയിൽ ഉയർച്ചയിലെത്താനുള്ള സാഹചര്യം കാണുന്നു. മാത്രവുമല്ല കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് വലിയ അനുകൂലമായ ഒരു അവസ്ഥ കാണുന്നു. ശത്രുക്കളുടെ ദോഷമൊക്കെ തീരുന്നു. ശത്രുദോഷമൊന്നും വിജയിക്കാതെ, ശത്രുക്കളുടെ പ്രവർത്തികൾ വിജയിക്കാത്ത ഒരവസ്ഥയിലേക്ക് പോവുകയാണ്. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. ഈ നാളുകാരുള്ള ആൺമക്കൾ, പുരുഷന്മാർ ജീവിതത്തിൽ ഉയർച്ച നേടാൻ പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. തീയിൽ കുരുത്തവർ എന്ന് പറയുന്ന ഇവർ ജീവിതത്തിൽ വിജയിച്ചു കയറി വരുന്നത് ഇനി മുതൽ കാണാം. ഇവരുടെ ജീവിതത്തിലെ കഷ്ടപ്പാടിനൊക്കെ ബലം കാണുന്ന ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. ജീവിതത്തിൽ 4 ഇരട്ടി ഗുണവും ഉയർച്ചയും ഒക്കെ ഇവർക്ക് വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. എന്തായാലും വളരെ അനുകൂലമായിട്ടുള്ള വളരെ അനുകൂലമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇവരെ സംബന്ധിച്ച് ഉള്ളത്. ഈ നക്ഷത്രം ഉള്ള വീട്ടിൽ സന്തോഷവും സൗഭാഗ്യങ്ങളുമൊക്കെ വന്നു ചേരും. ഇവരുടെ ജീവിതത്തിന് കഷ്ടപ്പാടിന് ബലം കാണും. ജീവിതത്തിൽ ഉയർച്ച വരുന്നതോടൊപ്പം തന്നെ ഇവരുടെ അച്ഛനും അമ്മയും കൂടപ്പിറപ്പുകളെയും ഒക്കെ ഇവർ മുന്നോട്ട് നയിക്കാൻ പ്രാപ്തരായി മാറുകയും ചെയ്യുന്നു. സാമ്പത്തികമായി അനുകൂലമായിട്ടുള്ള ഒരു അവസ്ഥ ഇവർക്ക് ലഭിക്കുന്നു. ജോലിയിലൊക്കെ മാറ്റമുണ്ടാകുന്നു. സർവ്വ സൗഭാഗ്യങ്ങളും ഇവർക്ക് വരുന്നു. അടുത്തത് അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഏറെ നാളായി ദുരിതവും കഷ്ടപ്പാടും ഒക്കെയാണ്. അനിഴം നക്ഷത്രത്തിലെ പുരുഷന്മാർ വീട്ടിലുണ്ടെങ്കിൽ ആ വീടിന് ഇനി ചിങ്ങമാസം മുതൽ ഉയർച്ചയുണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയാണ്. നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. ജീവിതത്തിൽ ഉയരാൻ പോവുകയാണ്. അവരുടെ പ്രയാസങ്ങളും കഠിനാധ്വാനവും കഷ്ടപ്പാടും ഒക്കെ മാറാൻ പോകുന്നു. ഈ വീട്, വാഹനം, വസ്തു, സന്താനയോഗം എന്നിവയെല്ലാം അനിഴം നക്ഷത്രക്കാർക്ക് വന്നു ചേരാൻ പോവുകയാണ്. എഴുതിത്തള്ളിയവർ, ജീവിതത്തിനെ ഇവരെ എഴുതിത്തള്ളിയവർ നിങ്ങളെ കണ്ട് അത്ഭുതപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് നല്ല സമയമാണ് അനിഴം നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത്. അനിഴം നക്ഷത്രത്തിൽ പിറന്ന ആൺമക്കൾ അവരുടെ പിതാവിനെയും മാതാവിനെയും ഒക്കെ സർവ്വ സമ്പന്ന ഗുണ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും. സർവ്വ സൗഭാഗ്യങ്ങളും അവർക്ക് നൽകി നല്ല നിലയിൽ അവരെ ഇരുത്തി മുന്നോട്ട് ജീവിതം കൊണ്ടുപോകുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്.
അടുത്തത് ചതയം നക്ഷത്രമാണ്. ചതയം നക്ഷത്രത്തിൽ നിർണായകമായ ജീവിതം, ഇവരുടെ ജീവിതത്തിൽ നിർണായകമായിട്ടുള്ള ചില തീരുമാനങ്ങൾ ഉണ്ടാകും. ഇവരുടെ മനസ്സ് പറയുന്നത് അനുസരിച്ച് പോകുന്നത് ഇവർക്ക് ഗുണം ചെയ്യും. ഈ നാളുകളിലെ പുരുഷന്മാർ ഉണ്ടെങ്കിൽ നല്ല സംഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ആരുടെ മുന്നിലും കൈനീട്ടി നിൽക്കേണ്ടതില്ലാത്ത അവസ്ഥ ഉണ്ടാകും. ഈ നാളുകാരായ മക്കളെങ്കിൽ മാതാപിതാക്കളുടെ ജീവിതം ഉയർച്ചയിലെത്തുന്നതായിട്ടാണ് കാണുന്നത്. സാമ്പത്തികമായിട്ട് അനുകൂലമായിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. അതുപോലെ ബിസിനസ് ഒക്കെ തുടങ്ങാൻ പറ്റിയ സാഹചര്യമാണ് ഇവരെ സംബന്ധിച്ചുള്ളത്. ഇവർക്ക് മുടങ്ങിക്കിടക്കുന്ന പണം ലഭിക്കും. മാത്രവുമല്ല നല്ല നല്ല സംഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. പ്രണയത്തിലൊക്കെ പോയി ഏർപ്പെടാനുള്ള സാഹചര്യമുണ്ട്. അതുമാത്രവുമല്ല പല ലൗകിക സുഖങ്ങൾ അനുഭവിക്കാനുള്ള ഒരു സാഹചര്യവും ഇവരെ സംബന്ധിച്ചുണ്ട്. അടുത്തത് മൂലം നക്ഷത്രമാണ്. ഇവരുടെ ജീവിതത്തിൽ നല്ല ഫലങ്ങൾ വരാൻ പോകുന്ന സമയമാണ് ചിങ്ങം മുതൽ. ഈ നാളിലെ പുരുഷന്മാർക്ക് കേസരി യോഗം ഉണ്ടാകുന്നു. ഇവരുടെ ജീവിതത്തിൽ വലിയ സൗഭാഗ്യം ഉണ്ടാകും. ജീവിതത്തിലെ സർവ്വ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറുന്നു. ജീവിതത്തിൽ വൻ ഉയർച്ചയുണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. ഈ പുരുഷന്മാർ വീട്ടിലുണ്ടെങ്കിൽ കുടുംബത്തിൽ അപ്പാടും ഉയർച്ചയുണ്ടാകുന്നു. അവർ സ്വപ്നം കണ്ടത് സാക്ഷാത്കരിക്കും. ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടി ഇവർക്ക് ഊർജം ലഭിക്കും. ഇവർ കുടുംബത്തെ തന്നെ, ഇവരെ രക്ഷപ്പെടുന്നതോടുകൂടി ഇവരെ ചുറ്റി നിൽക്കുന്ന സുഹൃത്തുക്കളെയും കുടുംബത്തെയും ഒക്കെ ഇവർ രക്ഷപ്പെടുത്തും. അങ്ങനെയുള്ളൊരു മനസ്ഥിതിയുള്ള നക്ഷത്രമാണ്. മാത്രവുമല്ല ഇവർക്ക് ഈശ്വരാധീനം നല്ലപോലെ ഉണ്ട്. അതുകൊണ്ട് നല്ല നല്ല കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും. എന്തായാലും ഇവർ കഷ്ടപ്പെടുന്നവരെ സഹായിക്കാൻ മനസ്സ് കാണിക്കുന്ന ആളുകൾ കൂടിയാണ്. ഇവരുടെ ജീവിതത്തിലും വളരെ നല്ല ഫലങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് ഇത്രയും നക്ഷത്രക്കാരെല്ലാം നല്ല നിലയിലേക്ക് പോകുന്നു. ബാക്കി ആരും മോശം നിലയിലേക്ക് പോകുന്നു എന്നതല്ല അർത്ഥം. പക്ഷേ ഈ നക്ഷത്രത്തിൽ പിറന്ന പുരുഷന്മാർക്ക് വളരെ മറ്റുള്ള നക്ഷത്രങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ നല്ല ഗുണഫലങ്ങളാണ് ഉള്ളത്. ഇവർക്ക് ജീവിതത്തിൽ ഒരു മാറ്റത്തിൻ്റെ സമയം ഉണ്ടാകാൻ പോവുകയാണ്.